തിരക്ക് കൂടുന്ന സാഹചര്യം പരിഗണിച്ച് മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിനിൽ 8 കോച്ചുകൾ കൂട്ടിച്ചേർത്തു. വ്യാഴാഴ്ച മുതൽ 16 കോച്ചുകളുമായാണ് ട്രെയിൻ ഓടിത്തുടങ്ങിയത്. ഒരു എക്സിക്യൂട്ടീവ് ചെയർകാറും 7 ചെയർകാറുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതോടെ 14 ചെയർകാറുകളും 2 എക്സിക്യൂട്ടീവ് കോച്ചുകളും മംഗലാപുരം ട്രെയിനിലുണ്ടാകും. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിന് 20 കോച്ചുകളാണുള്ളത്. ഈ മാസം ആദ്യമാണ് മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരതിന് 16 കോച്ചുകളുള്ള ട്രെയിൻ അനുവദിച്ച റെയിൽവേ ബോർഡ് ഉത്തരവായത്. യാത്രക്കാരുടെ വലിയ തിരക്കുണ്ടെങ്കിലും കോച്ചുകൾ കുറവായതിനാൽ ടിക്കറ്റ് കിട്ടാത്ത സ്ഥിതിയായിരുന്നു. 8 കോച്ചുകൾ കൂടി വന്നതോടെ 530 സീറ്റുകളാണ് അധികമായി ലഭിക്കുന്നത്. മംഗലാപുരത്ത് നിന്ന് രാവിലെ 6:25 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 3:05 തിരുവനന്തപുരത്തെത്തും. തിരികെ വൈകിട്ട് 4:05 പുറപ്പെട്ട പുലർച്ചെ 12:40 മംഗലാപുരത്തും എത്തും. നിലവിലെ 16 കോച്ചുള്ള സർവീസ് ലാഭകരമാണെങ്കിൽ 20 കോച്ചുള്ള ട്രെയിൻ മംഗലാപുരം റൂട്ടിൽ അനുവദിക്കും. ആലപ്പുഴ റൂട്ടിലെ വന്ദേ ഭാരത് യാത്രക്കാരുടെ സ്ഥിരം പരാതിയായിരുന്നു ട്രെയിനിൽ സീറ്റില്ല എന്നത്. സീറ്റിനായി നോക്കുമ്പോഴെല്ലാം കാണുന്നത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. ആ പരാതിക്ക് പരിഹാരമെന്ന നിലയിലാണ് 16 കോച്ചുമായി തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചത്. നേരത്തെയുള്ള 8 കോച്ചുകളാണ് ഇരട്ടിയായത്. 530 അധിക സീറ്റുകൾ. ഇതോടെ ആകെ സീറ്റുകളുടെ എണ്ണം 1128 ആയി. എക്സിക്യൂട്ടീവ് ചെയർ കാറുകളുടെ എണ്ണം 2 ആയി. നാഗർകോവിൽ ചെന്നൈ വന്ദേ ഭാരതിന് 20 കോച്ചുകളുള്ള ട്രെയിൻ ലഭിച്ചതാണ് മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതിന് ഗുണം ചെയ്തത്. അവിടെ നിന്ന് പിൻവലിച്ച 16 കോച്ച് ട്രെയിനാണ് പാലക്കാട് ഡിവിഷൻ ലഭിച്ചത്. അടുത്തിടെ കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിന്റെ കോച്ചുകൾ 20 ആയി കൂട്ടിയിരുന്നു. മംഗളൂരു വന്ദേ ഭാരതം 20 കോച്ചുകളാക്കണമെന്നും ആവശ്യം ഉയർത്തിയിരുന്നു. എണ്ണം ഇരട്ടിയായിട്ടും സീറ്റുകൾ നിറഞ്ഞായിരുന്നു ആദ്യ യാത്ര. ഈ ആഴ്ചത്തെ സർവീസുകളിലെല്ലാം വെയിറ്റിംഗ് ലിസ്റ്റ് 100-ന് മുകളിലാണ്. അതേസമയം തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ സ്ലീപ്പർ വന്ദേ ഭാരത് തീവണ്ടി വരുമെന്ന് റെയിൽവേ അറിയിച്ചു. ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് ആണ് ജോൺ ബ്രിട്ടാസ് MPക്ക് ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയത്. സമയക്രമം റെയിൽവേ ബോർഡിന് നൽകിയെന്നും തിരുവനന്തപുരം ഡിവിഷനുമായി ബന്ധപ്പെട്ട് നടന്ന MPമാരുടെ യോഗത്തിൽ RN സിംഗ് പറഞ്ഞു. എറണാകുളം ബംഗളൂരു പ്രത്യേക വന്ദേ ഭാരത് നിർത്തലാക്കിയതോടെ റൂട്ടിൽ ടിക്കറ്റ് കിട്ടാത്തത്ര തിരക്കാണെന്ന് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. വന്ദേ ഭാരതിൽ ഉൾപ്പെട്ട തീവണ്ടികളിലെ മോശം ഭക്ഷണത്തെപ്പറ്റി MPമാർ കടുത്ത വിമർശനമുയർത്തി. ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുമെന്നും എറണാകുളത്ത് മോശമായ ഭക്ഷണം പിടിച്ച സാഹചര്യത്തിൽ ആ കരാറുകാരെ ഒഴിവാക്കിയതായും റെയിൽവേ അറിയിച്ചു. എന്നാൽ വന്ദേ ഭാരതിന് പിന്നാലെ യാത്രക്കാർക്ക് പ്രീമിയം അനുഭവം വാഗ്ദാനം ചെയ്ത് അമൃത് ഭാരത് എക്സ്പ്രസിന്റെ പുതിയ പതിപ്പ് എത്തുന്നെന്ന വാർത്തയും വന്നിരുന്നു. അമൃത് ഭാരത് 2.2 എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ട്രെയിൻ നിലവിൽ ചെന്നൈയിലും കപൂർത്തലയിലും നിർമ്മാണത്തിലിരിക്കുകയാണ്. അമൃത് ഭാരത് 1, അമൃത് ഭാരത് 2 എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി AC കോച്ചുകളുമായിട്ടാണ് അമൃത് ഭാരത് 2.2 എത്തുന്നത്. ആദ്യ 2 ട്രെയിനുകളിൽ AC കോച്ച് ഉണ്ടായിരുന്നില്ല. വന്ദേ ഭാരതിൽ നിന്ന് വ്യത്യസ്തമായ ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് അമൃത് ഭാരത്. 110 കിലോമീറ്റർ മുതൽ 130 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ട്രെയിനിന് ഒറ്റയടിക്ക് 800 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. അടുത്ത 2 വർഷത്തിനുള്ളിൽ 100 പുതിയ അമൃത് ഭാരത് ട്രെയിൻ പുറത്തിറക്കാനാണ് റെയിൽവേയുടെ പദ്ധതി. ആദ്യഘട്ടത്തിൽ കേരളം പരിഗണനയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മികച്ച സീറ്റുകൾക്കും ബർത്തുകൾക്കും പുറമെ LED ലൈറ്റുകൾ, എമർജൻസി റെസ്പോൺസ്, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം, അതിവേഗ ചാർജിംഗ് എന്നിവ അമൃത് ഭാരത് ട്രെയിനുകളിൽ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.